ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലെഷർ ടൈം. നമുക്കിന്നൊരു കേരയുടെ തല കറി വയ്ക്കാം കേട്ടോ. 2 കിലോയുടെ ഒരു തല കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കറി വെച്ച് എടുക്കാം കേട്ടോ. തല ഫുള്ളായിട്ട് കാണിക്കാത്തതിൻ്റെ കാര്യം, ഓൺലൈനായിട്ട് വരുത്തിയതാണ്. അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവർ തരത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം കുറെ കൂടുതൽ വേണം, 2 കിലോയാണ്, അത് കാരണം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 പിടി ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടെ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇച്ചിരി വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടി ഐറ്റം എല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള ചില്ലി പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, അല്പം പെരുംജീരക പൊടി, ഇവയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. 2 പിടി കുരുമുളകും ഒരു ജീരകം കൂടെ പൊടിച്ചതാണിത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം പെരുംജീരകപ്പൊടി, മഞ്ഞൾ പൊടി, ഇത്രയുമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അത് ഈ പൊടികളുടെ പച്ചപ്പ് മാറാനായിട്ട് നമുക്ക് ഇച്ചിരി മൂപ്പിച്ച് കൊടുക്കാം. ചിമ്മിനി ഓണാക്കിയാൽ സൗണ്ടുള്ള കാരണം ഓണാക്കിയിട്ടില്ല. ഈ പൊടി മൂക്കുമ്പം എല്ലാവരുടെ നിറയെ കയറുമ്പം. ഇതിലേക്ക് നമുക്കിനി കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 5-6 കഷ്ണം കുടംപുളിയും ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി പുതിയ വണ്ടി പഠിച്ച വേണ്ട ഉണ്ടില്ല. ഫേസ്ബുക്കിൽ വയ്ക്കോ. കുടംപുളിയും വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് അതിനകത്ത് കിടന്നല്പം മൂപ്പിച്ച പൊടികളെല്ലാം ഇപ്പോൾ അതിനകത്ത് ഇച്ചിരി കിടന്നുണ്ട്. വേവട്ടെ. അതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇതിലിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം. ഉപ്പും പുളിയൊക്കെ വന്നിട്ടുണ്ടോ, കറക്റ്റായിട്ടുണ്ടോ, ഉപ്പും പുളി ഇച്ചിരി മുന്നിൽ നിൽക്കണം, എന്നിട്ടോ ഉണ്ടോ നോക്കിയിട്ട് വേണം നമുക്ക് തിളച്ച് കഴിയുമ്പം മീനല്ല തല പീസ് പെറുക്കിയിടാനായിട്ട്. കുറച്ച് എണ്ണ കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് കിടന്നങ്ങോട്ട് അലപ്പങ്ങോട്ട് മൂക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് വെള്ളം പാകത്തിനൊഴിച്ച് മീൻ തല പെറുക്കിയിടാനായിട്ട്. ചിമ്മിനി ഓണാക്കാത്ത കാരണം എല്ലാവരും ചുമക്കുകയും തുമ്മുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കാരണം ഞാൻ നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുടംപുളി കഴുകിയിട്ട് വെള്ളം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതാദ്യം ഒഴിച്ച് കൊടുക്കാം.
ഇതാണ് നമ്മുടെ ക്യാരറ്റല്ല, കണ്ടോ? അവർ കട്ട് ചെയ്ത് തരുന്നതാണ്, ഓൺലൈനിൽ കട്ട് ചെയ്ത് തരുന്നതാണ്. കണ്ടോ? നമ്മളിവിടെ കൊണ്ടുവന്ന് പിന്നെ ഉപ്പും വിനാഗിരിയിലും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇതിന് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അരപ്പ് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഇച്ചിരി കൂടെ തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് പീസുകൾ ഇട്ട് കൊടുക്കാം നമുക്ക്. മൂന്ന് ഉണ്ടോ? ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ചങ്ങോട്ട് വേവട്ടെ. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കുന്നതാണ്. അതിലേക്ക് ഞാൻ വെള്ളം മിക്സ് ചെയ്ത് തരണം. ഇനിയിപ്പോൾ അതൊന്നോട്ട് നന്നായിട്ട് വേവട്ടെ ഇനി കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടോ? അതിനകത്ത് കിടന്നങ്ങോട്ട് വേവട്ടെ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ടേസ്റ്റും നോക്കണം, നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ. അത് കാരണമാണ് മുളക് കറിയാണെങ്കിലും ഈ കളറിലിരിക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ഒരുപാട് മുളക് ചെല്ലുന്നത് നല്ലതല്ലല്ലോ. അതിനാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം കേട്ടോ. കറക്കിയൊന്ന് വെച്ച് കൊടുക്കാം. പീസൊക്കെ എല്ലായിടും തിളവന്ന് കയറട്ടെ. നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പോവാണ്. എല്ലാം ഓക്കെയാണ്. നല്ല സൂപ്പർ കറിയാണ്. ഇത്രയും നേരം ക്ഷമയോടുകൂടെ ഇത് കണ്ടിരിക്കുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പീസ് കൊടുക്കട്ടെ.